ജനാധിപത്യത്തിന്റെ സ്ഥിതി എന്താണ്? ശശി തരൂരാണിപ്പോൾ സംസാരിച്ച് അവസാനിപ്പിച്ചത്. ഹരി, അദ്ദേഹം എന്തൊക്കെയാണ് പറഞ്ഞത്? അനൂപേ, അദ്ദേഹം പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു നടപടി അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. അതായത് മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെയാണ് വേദി ഉണ്ടായിരുന്നത്, ആ വേദിയിൽ ഉണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യം സംസാരിച്ചത് KPCC അധ്യക്ഷൻ K. സുധാകരനായിരുന്നു. അതിനുശേഷം പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിച്ചു. അതിനിടയിലാണ് ഇങ്ങനൊരു സംഭവം. അതൊരിക്കലും നടക്കാൻ പാടില്ലാത്തതായിരുന്നു. പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഈ രീതിയിലൊരു, അതായത് തുടർച്ചയായി അദ്ദേഹം പറഞ്ഞ കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 18 കണ്ണീർവാതക ഷെല്ലുകൾ പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലർക്കും, മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ പലർക്കും ദേഹാസ്വസ്ഥമുണ്ടായി, കണ്ണ് നീറുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ രീതിയിൽ ശ്വാസതടസ്സം, അങ്ങനെ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ടുകൾ നേതാക്കൾ ഉൾപ്പെടെ ഉള്ളവർക്ക് ഉണ്ടായി എന്നുള്ളതാണ്. ഈ പറഞ്ഞ ശശി തരൂർ MP അദ്ദേഹം ഈ സംഭവം നടക്കുമ്പോൾ ഇവിടെയായിരുന്നു. അതിനുശേഷം ഇവിടെ ഒരു ഇടവഴിയുണ്ട്, ആൽത്തറ നഗർ, ആ ഭാഗത്തേക്കാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാറിയത്. എന്നിട്ട് അവിടുന്ന് ഇറങ്ങി വരുന്ന സമയത്താണ് നമ്മോട് സംസാരിച്ചത്. അങ്ങനെ ഇവിടെയുള്ള പല ഇടവഴികളിലും ഒപ്പം തന്നെ പല സ്ഥലങ്ങളിലേക്കും പ്രവർത്തകർ ചിന്നിയോടി. പോലീസിൻ്റെ ഭാഗത്തുനിന്നുള്ള ഈ ഒരു നടപടി അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് എന്നുള്ള കാര്യമാണ് ശശി തരൂർ MP പറഞ്ഞു വയ്ക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകരൊക്കെ വീണ്ടും അങ്ങോട്ടേക്ക് സംഘടിക്കുകയാണോ? ഈ KPCC ആസ്ഥാനവും അതിനടുത്താണ്. നേതാക്കൾ അങ്ങോട്ടേക്ക് പോയ നേതാക്കളൊക്കെ മടങ്ങി വരാൻ സാധ്യതയുണ്ടോ? യഥാർത്ഥത്തിൽ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടോ? ഇല്ല, പ്രവർത്തകർ മടങ്ങി വരാനുള്ള സാധ്യതയില്ല. കാരണം ഈ ഭാഗത്ത്, അതായത് ബാരിക്കേഡ് വെച്ചിരുന്ന ഭാഗത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആരുമില്ല. പോലീസുകാർ അവിടെ നിൽക്കുന്നുണ്ട്. മറ്റ് പ്രവർത്തകരോ അല്ലെങ്കിൽ അവിടെ ഒരു അക്രമ സാധ്യതയോ ഒന്നും തന്നെ നിലവിലില്ല. അതിനുശേഷം ഉണ്ടായിരുന്നത് ഈ ഭാഗത്താണ്, മാനവീയം വീതിയിലേക്ക് പോകുന്ന ഈ വഴിയിലായിരുന്നു പ്രവർത്തകർ തടിച്ച് നിന്നിരുന്നത്. അവർ ഇവിടെ നിന്നിരുന്ന, നേരത്തെ നമ്മൾ കണ്ടിരുന്ന അവരൊക്കെ പലരും മാനവീയം ഭാഗത്തേക്കും പോയി വെള്ളയമ്പലം ഭാഗത്തേക്കും KPCCയിലേക്ക് പോയിട്ടുണ്ട്. ഇനി കുറച്ച് പ്രവർത്തകരുള്ളത് ശശി തരൂർ MP വന്നപ്പോൾ അദ്ദേഹത്തിനൊപ്പം വന്ന കുറച്ച് പ്രവർത്തകർ മാത്രമാണ് ഇവിടെ ഉള്ളത്. ഒരു അക്രമ സാധ്യത മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാൻ. പ്രവർത്തകർ തിരിച്ചു വരാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നു കുറവാണ്. കാരണം എല്ലാവരും ഇവിടെ നിന്ന് മാറിപ്പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടായിരുന്ന ജില്ലാ നേതാക്കളും ഉൾപ്പെടെയുള്ളവർ പ്രവർത്തകരെ അനുനയിപ്പിച്ച് മാറ്റാനുള്ള ശ്രമമായിരുന്നു നേരത്തെ കണ്ടത്. അതുകൊണ്ട് തന്നെ അത് ഫലപ്രദമായി എന്ന് മനസ്സിലാക്കാം. അവർ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു അക്രമ സാധ്യത ഇവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. ശരി, ജില്ലയുടെ പ്രത്യേകിച്ച് നഗരത്തിൻ്റെ മറ്റെവിടെയെങ്കിലും സംഘർഷാവസ്ഥകളുണ്ടോ ഹരി? കാരണം നവകേരള സദസ്സ് പല പരിപാടികളും നടത്തുന്നുണ്ട്. അവസാനം വട്ടിയൂർക്കാവിലാണ് സമാപന പരിപാടി. അവിടെ എന്തെങ്കിലും പ്രതിഷേധ സാഹചര്യങ്ങൾ കണക്കാക്കുന്നുണ്ടോ പോലീസ്? സാധ്യതയില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഈ നവകേരള സദസ്സ് നടക്കുന്ന, അല്ലെങ്കിൽ തന്നെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സഞ്ചരിക്കുന്ന വാഹനം പോകുന്ന വഴിയിലൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിഷേധം കണ്ടതാണ്. കോവളം, വിഴിഞ്ഞ ഈ ഭാഗത്തൊക്കെ ഇന്ന് പരിപാടിയുണ്ട്. പൂജപ്പുര ഭാഗത്ത് നിന്ന് പരിപാടിയുണ്ട്. കോവളത്ത്, കഴക്കൂട്ടത്ത് കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഇന്ന് പരിപാടിയുണ്ട് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട്. അതിനുശേഷം സമാപനമാണ് വട്ടിയൂർക്കാവ്. അപ്പോൾ ഈ സ്ഥലത്തൊക്കെ, തിരുവനന്തപുരം ജില്ലയിലെ നഗരത്തിൽ തന്നെ പല പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട പരിപാടി ഉണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതുപോലെയാണെങ്കിൽ ഇന്നും ഒരുപക്ഷെ യൂത്ത് കോൺഗ്രസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം പല സ്ഥലങ്ങളിലും ഉണ്ടായേക്കാം. പ്രത്യേകിച്ച് വട്ടിയൂർക്കാവ്, ഒപ്പം തന്നെ ഈ പറയുന്ന കോവളം, കഴക്കൂട്ടം, ഈ മേഖലകളിലൊക്കെ പ്രതിഷേധം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസും അതുകൊണ്ട് തന്നെ വളരെ ജാഗരൂകരായി തന്നെയാണ് ഇരിക്കുന്നത്. ഈ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ അത് തടയുന്നതിന് വേണ്ടിയുള്ള മുൻകരുതലുകളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നത്. ശരിയാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ DGP ഓഫീസ് മാർച്ചാണ് അല്പം മുമ്പ് സംഘർഷാവസ്ഥയിലേക്ക് പോയത്. VD സതീശൻ സംസാരിക്കുന്നതിനിടയിൽ തന്നെ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡുകൾ മറിച്ചിടാനുള്ള ശ്രമം നടത്തി. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. 18 തവണ കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. എന്തായാലും നിലവിൽ സംഘർഷ സാഹചര്യം അല്പം മയപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പ്രവർത്തകർ മാറിയിട്ടുണ്ട്. നേതാക്കൾ ഇടപെട്ട് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടത്തുന്നത് വിജയകരമാകുന്നു എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷേ പൂർണ്ണമായും പിൻവാങ്ങിയിട്ടുമില്ല.
ഹരിയാണ് വിവരങ്ങൾ പങ്കുവച്ചു. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു.